പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 160 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നത്. ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു എന്ന ഭാഗം നമ്മൾ ഏതാനും ഉദാഹരണങ്ങളും ചരിത്രങ്ങളും ശ്രവിക്കുകയുണ്ടായി. ചില തെറ്റുകൾക്ക് പശ്ചാത്താപം പരസ്യമാക്കേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ. സ്വകാര്യതയിൽ തെറ്റ് തിരുത്തിയാൽ പോരാ, തൗബക്ക് പറയപ്പെട്ട ഷർത്തുകൾ അത് പാലിക്കപ്പെട്ടാൽ മാത്രം മതിയാകില്ല. അഥവാ ആത്മാർത്ഥമായി തൗബ ചെയ്യുക, തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടകലുക, വന്നുപോയതിൽ ശക്തമായ ഖേദമുണ്ടാവുക, ഇനി തെറ്റിലേക്ക് ഇല്ല എന്ന ഉറപ്പും ദൃഢനിശ്ചയവും ഉണ്ടാവുക, തൗബ ചെയ്യേണ്ട സമയത്ത് തൗബ ചെയ്യുക തുടങ്ങിയ നിബന്ധനകൾ മാത്രം പോരാ. പ്രത്യുത താൻ കേടാക്കിയതിനെ നന്നാക്കലും താൻ വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കുകയും ചെയ്യുക തന്നെ വേണം എന്നതിൻ്റെ ചരിത്രങ്ങളും ഉദാഹരണങ്ങളുമാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ചില വീഴ്ചകൾ, തെറ്റുകൾ മാലോകരിലേക്ക് പടരുകയും ആളുകളെ അത് സ്വാധീനിക്കുകയോ ആളുകളിൽ അത് പ്രചരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ പശ്ചാത്തപിക്കുന്നവർ പശ്ചാത്താപം പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. താൻ തെറ്റു പരത്തിയത് തിരുത്തേണ്ടതുണ്ട്, വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരടിസ്ഥാനമാണെന്നതാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ശ്രവിക്കുകയുണ്ടായത്. ചില തെറ്റുകളുടെ വിചാരണയും ശിക്ഷാവിധിയും വരെ അപ്രകാരമാണ് ഇസ്ലാമിൽ. അതിൽ സ്വകാര്യത സംഗതമേ അല്ല എന്നുള്ളതാണ്. ഇമാം അൽ ഖാദി ഇയാദ് അദ്ദേഹത്തിൻ്റെ അഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന മഹൽ രചനയിൽ അങ്ങ് സ്പെയിനിൽ ഖുർത്തുബയിൽ നടന്ന ഒരു സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ട്. അന്നൊരു വ്യക്തി പരസ്യമായി പടച്ചറബിനെ കളിയാക്കി വിധം ഒരു സംസാരം നടത്തി. ഖുർത്തുബയിൽ മഴ പെയ്തു. അപ്പോൾ ഖുർത്തുബയുടെ അമീറായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം ഇബ്നു ഹിഷാം അൽ അമവിയുടെ ഭാര്യ അജബ് എന്നിവരുടെ സഹോദരപുത്രൻ ബദ അൽ ഖറാസു യറുഷു ജുലൂദഹു എന്ന് പറയുകയുണ്ടായി. മഴ പെയ്തപ്പോൾ മഴത്തുള്ളി ശരീരത്തിൽ വീണു. വസ്ത്രത്തിൽ മഴത്തുള്ളി വീണപ്പോൾ ഇവൻ പറഞ്ഞത് തുന്നൽക്കാരൻ തോലിൽ വെള്ളം കുടഞ്ഞു തുടങ്ങി എന്നാണ്. വസ്ത്രം നെയ്യുന്നവർ തോലിൽ വെള്ളം തെളിച്ച് സൂചി എളുപ്പത്തിൽ പ്രയോഗിക്കാൻ തോല് പൊതിർത്തുമായിരുന്നു ആ കാലങ്ങളിൽ. അപ്പോൾ തുന്നൽക്കാരൻ തോലിൽ വെള്ളം തെളിച്ച് അതിനെ പൊതിർത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വിഡി പുലമ്പുകയുണ്ടായത്. അള്ളാഹുവിനെയാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. മഴത്തുള്ളി വസ്ത്രത്തിൽ വീണു തുടങ്ങിയപ്പോൾ പടച്ച റബ്ബിനെയാണ്, മഹോന്നതനായ നാഥനെയാണ് ഈ പരിഹാസി ഇങ്ങനെ പറയുകയുണ്ടായത്. തൻ്റെ അമ്മായി ഭരണാധികാരിയായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കമിൻ്റെ സഹധർമ്മിണിയും രാജ്ഞിയുമാണെന്ന വെപ്പിലാണ് അവൻ്റെ ഈ മേഘഗർജനം. പക്ഷെ അന്ന് അറിയപ്പെട്ട 2 ഫുഖഹാക്കൾ, ഒന്ന് ഇബ്നു ഹബീബ് എന്ന് പ്രസിദ്ധമായ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് ഇബ്നു സുലൈമാൻ ഇബ്നു ഹാറൂൻ അസ്സുലമി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റൊന്ന് അസ്ബഖ് ഇബ്നു ഖലീൽ എന്ന് പ്രസിദ്ധമായ അബുൽ ഖാസിം അൽ ഖുർത്തുബി അസ്ബഖ് ഇബ്നു ഖലീലുമാണ് ഈ വിഷയത്തെ ഗൗരവത്തിലെടുത്തത്. അവർ വിധിച്ചത് രാജ്ഞി അജബിൻ്റെ സഹോദര പുത്രൻ ദമുഹു ഫി ഖൈദിൻ അയുഷ്തമു റബ്ബുൻ അബദ്നാഹു സുമ്മ ലാ നൻതസിറു ലഹ് ഇന്നാ ഇദൻ ലഅബീദു സൂഇൻ മാ നഹ്നു ലഹു ബിആബിദീൻ എന്നാണ്. ഇബ്നു ഹബീബിൻ്റെതാണ് ഈ വാക്കുകൾ. അവൻ്റെ രക്തം ചിന്തപ്പെടണം, നമ്മൾ ആരാധിക്കുന്ന റബ്ബ് ശകാരിക്കപ്പെടുകയോ എന്നിട്ട് ആ റബ്ബിന് വേണ്ടി നമ്മൾ വിജയം നേടാതിരിക്കുകയോ എങ്കിൽ ആ നാഥൻ്റെ മോശം അടിമകളാണ് നമ്മൾ. മാ നഹ്നു ലഹു ബിആബിദീൻ, ഒരിക്കലും നമ്മൾ അവനെ ആരാധിക്കുന്നവരാവുകയില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഹബീബ് കരയുകയുണ്ടായി എന്നാണ്. ഈ വിധി അന്ന് ഖുർത്തുബയുടെ അമീറായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം അൽ അമവിക്ക് എത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു അജബ്. അവരുടെ സഹോദര പുത്രനാണ് ഈ പറഞ്ഞത്. ഇബ്നു ഹബീബും
അസ്ബഖ് ഇബ്നു ഖലീലും വിധിച്ച വിധി അമീറിനെ കേൾപ്പിച്ചു. ഈ വിധിയിൽ വിയോജിപ്പുള്ള ചില ഫുഖഹാക്കൾ ഉണ്ടായിരുന്നു അന്ന്. അബൂ സെയ്ദ് മുഹമ്മദ് ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറഹ്മാൻ എന്നവരും അബ്ദുൽ ആല ഇബ്നു വഹബ് അൽ ഖുർത്തുബിയും അബാൻ ഇബ്നു ഈസ അബുൽ ഖാസിം അൽ ഖുർത്തുബിയുമായിരുന്നു ആ വിയോജിപ്പുള്ള ഫുഖഹാക്കൾ. അവർ പറഞ്ഞത് ബദ അൽ ഖറാസു യറുഷു ജുലൂദഹു എന്ന പ്രയോഗം അതൊരു വെറും വാക്കാണ്, കളി തമാശ. അതിൽ ഒരദബ് പഠിപ്പിക്കൽ, മര്യാദ പഠിപ്പിക്കൽ ശിക്ഷയായി മതി എന്നായിരുന്നു. അമീർ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം എന്നവർ ഈ ഫുഖഹാക്കളുടെ വ്യത്യസ്ത വിധികൾ കേൾക്കുകയുണ്ടായി. പക്ഷേ ഇബ്നു ഹബീബിൻ്റെയും അസ്ബഖിൻ്റെയും വിധിയെയാണ് അമീർ മുഖവിലക്കെടുത്തത്. തൻ്റെ ഭാര്യയുടെ സഹോദര പുത്രനെ വധിക്കാനും ജനസമക്ഷം ക്രൂശീകരിക്കാനും അന്ന് അമീർ കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. എന്നു മാത്രമല്ല, ഇതൊരു കളിവാക്കാണ്. ഇതിൽ കുറ്റക്കാരനെ മര്യാദ പഠിപ്പിച്ചാൽ മതി എന്ന് വിധിച്ച ഖാദിയെ ആ സ്ഥാനത്ത് നിന്ന് അമീർ സ്ഥാനഭൃഷ്ടനാക്കി. വവബ്ബഖ ബഖിയ്യതൽ ഫുഖഹാഇ വസബ്ബഹും, മറ്റു ഫഖീഹുമാരെ അമീർ കണക്കിന് ശകാരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, ഞാൻ ഇത് ഉദ്ധരിച്ചത് ചില തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിചാരണയും വിധി നടപ്പിലാക്കലും അത് സ്വകാര്യമായി കൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിഷ്കർഷത. കാരണം ആ തെറ്റുകൾ സമൂഹത്തിൽ പടരുന്ന, ആളുകളിൽ പകരുന്ന ദുസ്വാധീനമുള്ള തെറ്റുകളാണ് എന്നതിനാലാണ്. അത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചാത്തപിക്കുകയും മനസ്താപമുള്ളവരാവുകയും ചെയ്യുമ്പോൾ അവരുടെ പശ്ചാത്താപം ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. അവർ കേടാക്കിയത് നന്നാക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അവർ വ്യക്തത വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു പണ്ഡിതനുണ്ടായ വീഴ്ചയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ പണ്ഡിതൻ തൻ്റെ വീഴ്ചയിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നും അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ലാ യഖ്ബലുല്ലാഹു ദാലിക മിൻഹു ഹത്താ യുദ്ഹിറ തൗബത വറുജൂഅ അൻ മഖാലതിഹി എന്നാണ്. അയാളിൽ നിന്ന് അള്ളാഹു അയാളുടെ തൗബ കബൂലാക്കുകയില്ല, അയാൾ ആ തൗബ പരസ്യമാക്കുന്നത് വരെ. താൻ പറഞ്ഞ തെറ്റായ വാക്കിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നതും അയാൾ പ്രഖ്യാപിക്കുന്നത് വരെ. മാത്രമല്ല ഇമാം അഹ്മദ് തുടർന്ന് പറഞ്ഞു, വല്യുലിൻ അന്നഹു ഖാല കൈത വകൈത് വഅന്നഹു താബ ഇലല്ലാഹി മിൻ മഖാലതിഹി വറജഅ അൻഹാ. അയാൾ പരസ്യപ്പെടുത്തട്ടെ, താൻ ഇന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, ഞാൻ അതിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്ന്. വഇദാ ളഹറ ദാലിക മിൻഹു ഹീനഇദിൻ തുഖ്ബൽ. ഇത് അയാളിൽ നിന്ന് പരസ്യമായി ഉണ്ടായാൽ അയാളുടെ തൗബ കബൂലാക്കപ്പെടും. എന്നിട്ട് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി താൻ ഈ പറഞ്ഞതിന് തെളിവായി ഓതിയത് നമ്മൾ പഠിക്കുന്ന ഈ വചനമാണ്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം എന്ന ഈ ആയത്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വചനം പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് തൗബ പരസ്യപ്പെടുത്തേണ്ട, മടക്കം വിളിച്ചറിയിക്കപ്പെടേണ്ടതായ ഈ ഒരു മസ്അല. ഇസ്ലാമിക ലോകത്ത് ചില പണ്ഡിതന്മാർ ഈ ഒരു ദീനി ആദർശം തങ്ങളുടെ അളവിൽ പകർത്തിയതും സ്വീകരിച്ചതും നമുക്ക് വായിക്കാനാവും. ഉദാഹരണമായി അബുൽ ഹസനുൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു ഇസ്മായിൽ എന്നു പേരുള്ള ഇമാം അബുൽ ഹസനുൽ അശ്അരി, അൽ അശ്അരിയ എന്ന് പറയുന്ന ത്വരീഖത്ത് തന്നെ ചേർക്കപ്പെടുന്നത് ഈ ഇമാമിലേക്കാണ്. അദ്ദേഹം ആദ്യം മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ നിന്ന് ഏറെ അകലം നിൽക്കുന്ന ഒരു ചിന്താപ്രസ്ഥാനമാണ് മുഅ്തസിലത്ത്. 40 വർഷം അബുൽ ഹസനുൽ അശ്അരി ആ പ്രസ്ഥാനത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് തെറ്റി അശ്അരിയത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അശ്അരിയത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ദൂരം നിൽക്കുന്ന മറ്റൊരു ചിന്താപ്രസ്ഥാനമാണ്. രണ്ടു കൂട്ടരിലും കടുത്ത അപരാധങ്ങളുണ്ട്, ആദർശ വ്യതിയാനവുമുണ്ട്. മുഅ്തസിലികളുടേത് കൂടുതൽ കടുത്തതാണ്, അശ്അരികളുടേത് ചിലത് ഏറെ കടുത്തതാണ്, അവരുടെ വീഴ്ചകളും വ്യതിയാനങ്ങളും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ അബുൽ ഹസനുൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചിന്താപ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുകയുണ്ടായി. 40 വർഷം അതിൻ്റെ ആദർശ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇമാം തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു. നല്ല മനസ്താപമുള്ളവനായി അദ്ദേഹം ചെയ്തത് മസ്ജിദിൽ പ്രവേശിച്ച് മിമ്പറിൽ കയറി
എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു, അയ്യുഹന്നാസ് മൻ അറഫനി ഫഖദ് അറഫനി വമൻ ലം യഅരിഫ്നി ഫഅന അബുൽ ഹസനുൽ അശ്അരി. ജനങ്ങളെ, എന്നെ തിരിച്ചറിഞ്ഞവർ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എന്നെ തിരിച്ചറിയാത്തവർ മനസ്സിലാക്കുക, ഞാൻ അബുൽ ഹസനുൽ അശ്അരിയാകുന്നു. ലഖദ് തഖല്ലൈതു അൻ അഖീദത്തിൽ ഇഅ്തിസാൽ, ഞാൻ മുഅ്തസിലി ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. കമാ തഖല്ലൈതു അൻ ഹാദ സൗബ്, ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതുപോലെ. ആ മിമ്പറിൽ വെച്ച് അദ്ദേഹം ധരിച്ചിരുന്നതായ വസ്ത്രം അഴിക്കുകയുണ്ടായി. വഖല സൗബൻ കാന അലൈഹി, അദ്ദേഹം ധരിച്ചിരുന്നതായ സൗബ് അദ്ദേഹം ഊരി. എന്നിട്ട് ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞതുപോലെ മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ്. അദ്ദേഹം അശ്അരിയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അശ്അരിയത്തിൽ നിന്നും ഇതേപോലെ ഒഴിവായി. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അൽ ഇബാന ഫി ഉസൂലി ദിയാന എന്ന പേരിൽ ഒരു രചന തന്നെ നടത്തി. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദയിലാണ് താനെന്നും അശ്അരി വിശ്വാസധാരയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം അതിൽ വിശദീകരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊരു മഹിത മാതൃകയാണ്. ബിദ്അത്തുകൾ, വിശ്വാസ വ്യതിയാനങ്ങൾ, ഇതൊക്കെയാണ് പാപങ്ങളെങ്കിൽ, കുറ്റങ്ങളെങ്കിൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ കേടാക്കിയതെന്തോ അത് പരമാവധി നന്നാക്കാൻ പരിശ്രമിക്കണം. കൃത്യതയും വ്യക്തതയും വരുത്തുകയും വേണം. അത് ഉത്തരവാദിത്തമാണ്, അത് ബാധ്യതയാണ്. അത് എങ്ങനെ എന്നത് മനസ്സിലാക്കുവാനാണ് അബുൽ ഹസനുൽ അശ്അരി അലി ഇബ്നു ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൗബ നമുക്ക് മാതൃകയാകുന്നത്. അബുൽ ഫിദ അലി ഇബ്നു അഖീലുൽ ബഗ്ദാദി ഹംബലി ഫുഖഹാക്കളിൽ വിശ്രുതനാണ്. പക്ഷേ ഇബ്നു അഖീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അബുൽ ഫിദ അലി ഇബ്നു അഖീലുൽ ബഗ്ദാദി മുഅ്തസിലി ശൈഖുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവരോട് ഓരം പറ്റി നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇൽമുൽ കലാം, വചനശാസ്ത്രം അവരോടൊത്തിരുന്ന് പഠിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബുൽ ഫിദ അലി ഇബ്നു അഖീലുൽ ബഗ്ദാദിയിൽ ചില വ്യതിചലനങ്ങൾ, അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഇബ്നു അഖീൽ അദ്ദേഹം പിന്നീട് ഈ വിഷയത്തിൽ പശ്ചാത്തപിക്കുകയുണ്ടായി, തൗബ ചെയ്യുകയുണ്ടായി. അദ്ദേഹം ചെയ്തത്, അന്നത്തെ ഭരണാധികാരിയായിരുന്ന അൽ ഷരീഫ് അബൂ ജാഫർ എന്നവരുടെ വീട്ടിൽ ചെന്ന് ഹിജ്റയുടെ 465 അദ്ദേഹം ഒരു എഴുത്ത് തയ്യാറാക്കി. ആ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇന്നി അബ്റഉ ഇലല്ലാഹ് മിൻ മദ്ഹബി മുബ്തദിഅത്തിൽ ഇഅ്തിസാൽ വഗൈരി. മുഅ്തസില, ബിദഈ കക്ഷി, മറ്റുള്ള ബിദഈ കക്ഷികൾ, അവരിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ ഒഴിവ് കഴിവ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അതിൽ നിന്നെല്ലാം നിരുത്തരവാദിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. വമിൻ സുഹ്ബത്തി അർബാബിഹി വതഅദീമി അസ്ഹാബിഹി. മുഅ്തസിലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോടൊത്ത് ഞാൻ സഹവസിച്ചിട്ടുണ്ട്, അതിൻ്റെ വാക്താക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. വത്തറഹുമി അലാ അസ്ലാഫിഹിം, അവരുടെ പൂർവികന്മാരോട് ഞാൻ റഹ്മത്തിന് തേടിയിട്ടുണ്ട്. വത്തകസ്സുർ ബി അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ ഇതാ ഒഴിവാകുന്നു, നിരുത്തരവാദിയാകുന്നു. വമാ കുൻതു അല്ലഖ്തുഹു വവുജിദ ബിഖത്തി മിൻ മദാഹിബിഹിം വദലാലാതിഹിം, അവരുടെ വഴികേടുകൾ, അവരുടെ മദ്ഹബുകളൊക്കെ എൻ്റെ കയ്യാൽ കാണപ്പെട്ടതും ഞാൻ അനുബന്ധം കുറിച്ചതുമെല്ലാം ഫഅന തായിബുൻ ഇലല്ലാഹി മിൻ കിതാബാതിഹി, ആ എഴുത്തുകുത്തുകളിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. വലാ തഹില്ലു കിതാബതുഹു വലാ ഖിറാഅതുഹു വലാ ഇഅ്തിഖാദുഹു, ഞാൻ എഴുതിയത് എഴുതലും വായിക്കലും വിശ്വസിക്കലും അനുവദനീയമല്ല എന്ന് അദ്ദേഹം എഴുതി അറിയിക്കുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ ധാരാളം പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ഔൻ ഇബ്നു അബ്ദില്ല ഇബ്നി ഉത്ബത്ത് ഇബ്നി മസ്ഊദ് എന്നവർ. ഈ ഔൻ ഇബ്നു അബ്ദില്ല, ഇമാം അശ്ശാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, യുദ്കറു അൻ ഔൻ ഇബ്നി അബ്ദില്ല ഇബ്നി ഉത്ബത്ത ഇബ്നി മസ്ഊദിൻ അന്നഹു കാന യഖൂൽ ബിൽ ഇർജാ, ഇർജാ പറയുന്നവനായിരുന്നു അദ്ദേഹം എന്നാണ്. ഇർജാ എന്ന് പറഞ്ഞാൽ മുർജിയ കക്ഷികളുടെ ചിന്തകൾക്കാണ് പറയുക. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആദർശമാണ് ഇർജാ. അത് പറയുമായിരുന്നു ഔൻ ഇബ്നു അബ്ദില്ല എന്നവർ.
ഷാത്തിബി പറയുകയാണ് സുമ്മ റജഅ അൻഹു, അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് മടങ്ങിയപ്പോൾ വഖാൽ, അദ്ദേഹം പറഞ്ഞത് അവ്വലു മാ ഉഫാരിഖു ഗൈറ ഷാക്കിൻ ഉഫാരിഖു മാ യഖൂലുൽ മുർജിഊൻ, ആദ്യമായി നിസ്സംശയം ഞാൻ ഇവിടെ വാങ്ങുന്നത് മുർജിയാക്കൾ പറയുന്നതിൽ നിന്നാണ് എന്നാണ്. അദ്ദേഹം ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു, മുർജിയാക്കൾ പറയുന്നതിൽ നിന്ന് ഞാൻ വേർപിരിയുന്നു എന്ന കാര്യം. ഇതുപോലെയാണ് അബ്ദുള്ള ഇബ്നുൽ ഹസൻ അൽ അംബരി, അഹ്ലുൽ ഹദീസിൻ്റെ വിശ്വസ്തനായ പണ്ഡിതന്മാരിൽപ്പെട്ടവനായിരുന്നു ഈ അബ്ദുള്ള ഇബ്നുൽ ഹസൻ അൽ അംബരി ഒരു കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ, ചില ബിദഈ ചിന്തകൾ പിന്നീട് അദ്ദേഹത്തിൽ സ്വാധീനിക്കപ്പെട്ടു. അൽ ഖാദി അബൂബക്കർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാഫിറാക്കുക വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇമാം ഷാത്തിബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ശരി ബോധ്യപ്പെടുകയും സത്യം വ്യക്തമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാണ്. എന്ത്? ഇദൻ അർജിഅ വഅന മിനൽ അസാഗിർ വലഅൻ അകൂന ദനബൻ ഫിൽ ഹഖ് അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന റഅസൻ ഫിൽ ബാത്തിൽ എന്നാണ്. ഞാൻ ഇതാ മടങ്ങുന്നു, വഅന മിനൽ അസാഗിർ, ഞാൻ എളിമയുള്ളവനായിക്കൊണ്ട് സത്യത്തിൽ ഞാനൊരു വാലാവുക എന്നുള്ളതാണ് അസത്യത്തിൽ, ബാത്തിലിൽ ഞാനൊരു തലയാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് അദ്ദേഹം വിനയപുരസ്സരം ഹക്കിലേക്ക് മടങ്ങി അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. ഈ ഒരു ഗണം ഇവിടെ തീരുന്നതല്ല. ധാരാളം പണ്ഡിതന്മാരുടെ വിഷയം ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് വായിക്കുവാനുണ്ട്. ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അബ്ദുൽ മലിക് ബിൻ അബ്ദുല്ല അൽ ജുവൈനി എന്ന പണ്ഡിതൻ, ഷെയ്ഖു ഷാഫിഇയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഷാഫിയാക്കളുടെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുൽ ഹറമൈൻ, അദ്ദേഹം തൗബ ചെയ്തില്ലേ? അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട പണ്ഡിതനായിരുന്നു ഇമാമുൽ ഹറമൈൻ. അദ്ദേഹത്തിൻ്റെ അൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബ് സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ എഴുതിയതാണ്. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് തൗബ ചെയ്തു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ വിശിഷ്യ അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനാണ്, അള്ളാഹുവിൻ്റെ അൽ ഇസ്തിവ, അതേപോലെ യുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അശരികളൊക്കെ വ്യാഖ്യാനിക്കുന്ന സിഫത്തുകൾ, ആ വിഷയത്തിലൊക്കെ അദ്ദേഹം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശത്തിലേക്ക് മടങ്ങി അത് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൻ നിമാമിയ എന്ന് പറയുന്ന റിസാല തന്നെ അദ്ദേഹം തയ്യാറാക്കി വളരെ സുന്ദരമായി സലഫിൻ്റെ മൻഹജ് സിഫാത്തുകളുടെ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തൗബയെ അദ്ദേഹം ഇസ്ലാഹ് ചെയ്തതും അതേപോലെ അതിൽ ബയാൻ വരുത്തിയതും അൽ അഖീദത്തുൻ നിസാമിയ എന്ന അദ്ദേഹത്തിൻ്റെ ആ രചനയിലൂടെയാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ മഹാനാണ്. ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന കിതാബ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് യഥാർത്ഥ ആദർശം ഏതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. സഹീഹുൽ ബുഖാരി തൻ്റെ നെഞ്ചത്തേറ്റിയാണ് അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പശ്ചാത്താപത്തിനപ്പുറം അദ്ദേഹം മരണം വരിക്കുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ വായിക്കാം. ഇമാം അൽ ഫഖ്റുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ തവീൽ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ, വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ തഫ്സീർ. പക്ഷേ അദ്ദേഹം ആ വ്യതിചലിച്ച ചിന്താഗതികളിൽ നിന്നും തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു. അഖ്സാമുൽ ലദ്ദാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് ശരി വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങളെ നേരാവിധം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം രചിച്ചതാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് ലൈസ കമിസ്ലിഹി ഷൈഉൻ ഹൽ തഅലമു ലഹു സമീയ എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അറിയിക്കുന്ന ആയത്തുകളുടെ യഥാർത്ഥ ലക്ഷ്യവും താല്പര്യവും അൽ ഫഖ്റുർ റാസി സലഫുകളുടെ നഹ്ജ് അനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം വമൻ ജറബ മിസ്ല തജ്രിബതി അറഫ മിസ്ല മഅരിഫതി എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ തജ്രിബ നടത്തിയതുപോലെ ആരെങ്കിലും തജ്രിബ നടത്തുകയാണ് എങ്കിൽ, പ്രായോഗികമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ, അറഫ മിസ്ല മഅരിഫതി, ഞാൻ മനസ്സിലാക്കിയതുപോലെ അയാൾക്കും മനസ്സിലാക്കാനാകുമെന്ന് ലോകരോട് ഓതിയാണ് അൽ ഫഖ്റുർ റാസി സത്യം, യാഥാർത്ഥ്യം ലോകരോട് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഉദാഹരണങ്ങൾ ഒരിക്കലും ഈ വിഷയത്തിൽ ഇവിടെ തീരുന്നില്ല. അതൊരു നീണ്ട ഗണമാണ്, വലിയ ഒരു പട്ടികയുമാണ്. നമ്മുടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അതിപ്രധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് തെറ്റുകൾക്കപ്പുറം
പശ്ചാത്തപിക്കുമ്പോൾ തെറ്റുകൾ ചെയ്തവരെല്ലാം ഒരുപോലെയല്ല. നാടന്മാർ പറയുന്നത് പോലെ തെങ്ങിനും കവുങ്ങിനുമൊക്കെ ഒരേ തളപ്പ് പറ്റുകയില്ലല്ലോ. അതുപോലെയാണ് ചില വീഴ്ചകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങളിൽ കേട്ടതുപോലെ ആദർശപരമായി, അഖീദപരമായി, സുന്നത്ത് പരമായി ഒക്കെയുള്ള വിഷയങ്ങളിൽ ബിദഈ ചിന്തകൾ കൊണ്ട് നടന്നവർ, അത് പ്രചരിപ്പിച്ചവർ, അതിൻ്റെ വാക്താക്കളായി അറിയപ്പെട്ടവർ, അവർ തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ അവരുടേത് ഒരിക്കലും സ്വകാര്യമായ തെറ്റിൻ്റെ പശ്ചാത്താപമായി കൂടാ. അവരുടേത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ പരസ്യമാക്കേണ്ടതുണ്ട്. ലാ യഖ്ബലുല്ലാഹു ദാലിക മിൻഹു ഹത്താ യുദ്ഹിറ തൗബത വറുജൂഅ അൻ മഖാലതിഹി. താൻ പറഞ്ഞതിൽ നിന്നുള്ള മടക്കവും തൗബയും പരസ്യമാക്കുന്നത് വരെ അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഞാൻ ഇന്നതൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, പറഞ്ഞതിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു, ഇതയാൾ പരസ്യമായി പറയണം. അത് അയാളിൽ നിന്ന് പരസ്യമായി ഉണ്ടായാൽ ഹീന ഇദിൻ തുഖ്ബൽ, അപ്പോഴാണ് അയാളുടെ തൗബ സ്വീകരിക്കപ്പെടുക. ഇമാം അഹ്മദ് അതിനെ തുടർന്നാണ് ഓതിയത് ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു എന്ന് തുടങ്ങിയ നമ്മുടെ ഈ മഹൽ വചനം. ബിദ്അത്തുകളുടെ വിഷയം ഏറെ കടുത്തതാണ്. വൈലുൽ ലിമൻ മാത വ ബഖിയത് ബിദ്അതുഹു ബഅദഹു വതൂബ ലിമൻ മാത വ മാതത് ബിദ്അതുഹു ബഅദഹു എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. വൈലുൽ ലിമൻ മാത് വ ബഖിയത് ബിദ്അതുഹു ബഅദഹു, ഒരാൾ മരിച്ചു, അയാൾ ചെയ്ത ബിദ്അത്ത് അയാളുടെ കാലശേഷം ശേഷിക്കുന്നുവെങ്കിൽ അയാൾക്ക് നാശം. വതൂബ ലിമൻ മാത് വ മാതത് ബിദ്അതുഹു ബഅദഹു, ഒരാൾ മരിച്ചു, അയാളുടെ ബിദ്അത്തും അയാളോടുകൂടി മരിച്ചു, അയാളുടെ കാലശേഷം അത് ഇല്ലാതായി എങ്കിൽ അത്തരക്കാർക്ക് മംഗളം. എപ്പോഴാണ് മരണപ്പെട്ടവരുടെ ബിദ്അത്ത് അവരുടെ മരണത്തോടു കൂടി മരിക്കുക? അവർ തൗബ ചെയ്യുമ്പോഴാണ്, അവർ പശ്ചാത്തപിക്കുമ്പോഴാണ്, അവർ ആളുകളെ നന്നാക്കുകയും ആളുകൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്താലാണ്. അപ്പോൾ അയാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ ബിദ്അത്തുകളും മരിക്കുന്നു. വതൂബ ലിമൻ മാത വ മാതത് ബിദ്അതുഹു ബഅദഹു, അത്തരക്കാർക്കാണ് മംഗളം നേർന്നിട്ടുള്ളത് സച്ചരിതർ മുൻഗാമികൾ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ വചനത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഉലൈക അതൂബു അലൈഹിം വ അന തവ്വാബുർ റഹീം എന്നാണ്. ഫഉലൈക്, അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുകയും ഇസ്ലാഹ് നടത്തുകയും തബീൻ, വ്യക്തത വരുത്തുകയും ചെയ്തവർ. അതൂബു അലൈഹിം, അവർക്ക് തൗബ ചെയ്യുവാനുള്ള ഉദവിയും തുറവിയും ഞാൻ ഏകും, അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. വ അന തവ്വാബുർ റഹീം, ഞാൻ അത്തവ്വാബാകുന്നു എന്ന് പറഞ്ഞാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർ-റഹീം, കരുണ കനിയുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉലൈക അതൂബു അലൈഹിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള തൗബ, യഥാവിധം തൗബ ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു കനിയലാണ്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള തൗബ. അള്ളാഹു തൗബ നിയമമാക്കി നിശ്ചയിച്ചു. പിന്നെ തൗബ ചെയ്യുവാനുള്ള മനസ്സും എളുപ്പവും തുറവിയും കനിഞ്ഞു. തൗബ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് അവരുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഫഉലൈക അതൂബു അലൈഹിം എന്നത് പൊരുളാക്കുന്നത്. വ അന തവ്വാബുർ റഹീം എന്നിടത്ത് വാവുൽ ഹാലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ നന്നായി കനിയുന്നവനുമാണ് എന്നതാണ് അർത്ഥമാക്കുന്നത്. എന്നിരിക്കെ അള്ളാഹു അവരുടേത് കബൂലാക്കും, അവർക്ക് തൗബക്ക് അവസരമേകും എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തവ്വാബ് അർ-റഹീം അഗാധാർത്ഥ പ്രയോഗമാണ്. അസീഖത്തുൽ മുബാലഗ എന്ന് പറയും. ഏറെ തൗബ സ്വീകരിക്കുന്നവൻ, കരുണ കനിയുന്നവനും ചൊരിയുന്നവനും എന്നതാണ് അതിൻ്റെ തേട്ടം. ഇത് നമുക്ക് സൂറത്തുൽ ബഖറയിൽ തന്നെ 2 വചനങ്ങളിൽ മുൻകടന്നിട്ടുണ്ട് ഈ 2 നാമങ്ങൾ. അത്തവ്വാബ് അർ-റഹീം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അൽ അസ്മാഉൽ മുഖ്തരിന എന്ന് പറയും. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പലയിടത്ത് ചേർന്ന് വന്ന നാമങ്ങളാണ്. അതിൽ ഈ 2 നാമങ്ങൾ സൂറത്തുൽ ബഖറയിൽ തന്നെ 3 തവണ നമുക്ക് വന്നു പോയിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിൽ 37-ാം വചനത്തിൽ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിൽ തന്നെ 54-ാം വചനത്തിൽ വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم
പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ 128 വചനം കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു പോയത് റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അത്തവാബുർ റഹീം എന്ന് ചേർന്ന് വന്നതിലെ പൊരുളും അതിൻ്റെ യുക്തിയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ നാമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിടെ ആവർത്തിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് 161 വചനം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.